കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിലെ ഇവിടെയുള്ള ദൈവ സഭയോട് ഒരുമിച്ച് പ്രിയ കർത്താവിദാസൻ കുടുംബം, പ്രത്യേകിച്ച് എൻ്റെ സ്നേഹിതനായ പ്രിയ വിപിൻ, ഞാനിപ്പോൾ ആയിരിക്കുന്നത് തൃശ്ശൂരിലാണ്. അവിടെ PG ചർച്ചിലെ പ്രിയ വിപിൻ്റെ മാതാവ്, ഇവിടെ എൻ്റെ വൈഫുണ്ടല്ലോ, ഹരിദാസ് സമാജത്തിൻ്റെ പ്രവർത്തനത്തിൽ വളരെയധികം ശക്തമായി അവരോടൊപ്പം നിൽക്കുന്ന സഹോദരിമാരും ഇപ്പോൾ പ്രായമായതിൻ്റെ അതിൻ്റെ ക്ലേശം കൊണ്ട് വിശ്രമിക്കുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് വരെ ആ കാര്യങ്ങളിലെല്ലാം അവർക്ക് പ്രചോദനമായി എത്തിച്ച ഒരു മാതാവാണ്. അവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് വെച്ച് കാണുവാൻ ദൈവാവസരം നൽകി. ഇദ്ദേഹം കുവൈറ്റിലാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഞാൻ അങ്ങനെ ഉള്ള ഒരു ഇതിൽ നമ്മളാണ് അവിടെ വെച്ച് നമ്മുടെ നമ്മുടെ ആനിവേഴ്സറിക്ക് കണ്ടത്. പെട്ടെന്ന് എനിക്ക് ഇവിടെ എങ്ങനെ വരാൻ സാധ്യത എന്ന് ചിന്തിച്ചു. ഇന്ന് ആണ് പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അങ്ങനെ ഒരുമിച്ച് ദൈവം നൽകി തന്ന ഈ നല്ല അവസരത്തെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രതികൂല സാഹചര്യമുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും ഈ പ്രതികൂലത്തിലും കർത്താവിനെ ആരാധിപ്പാൻ ഇന്ന് നിങ്ങൾ ഒരുമിച്ച് കടന്നു വന്നതിൽ തന്നെ ദൈവത്തോടുള്ള നിങ്ങളുടെ സ്നേഹവും ദൈവത്തോടുള്ള നിങ്ങളുടെ ആഴമായ പ്രതികരണവുമാണ് ആരാധനയോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണിക്കുന്നത്. ഇതെല്ലാം കണക്കിടുന്ന ഒരു ദൈവമുണ്ട്, ഇതെല്ലാം ഓർത്തു വെക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ പ്രതികൂല സാഹചര്യത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നതിന് പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട്. ഈ 3 പെൺപിള്ളാരും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യും. ഈ 3 പേര് 30 പേരുടെ ഫലമാണ്. പാട്ട് പാടാനും കൈയടിക്കാനും അത് 3 സ്ഥിതി ഒന്നാലും അത് 3 ഉള്ളത് ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇങ്ങനെയുള്ള ഒരു കുറച്ച് പിള്ളേരുണ്ടാവട്ടെ, പാടാനും കൈയടിക്കാനും തപ്പുകൊണ്ടല്ല ഇങ്ങനെ നിൽക്കുന്നത്. അത് വീടുകളൊക്കെ പ്രവാചകന്മാരാവട്ടെ. അങ്ങനെയുള്ള ദൂത് ഒക്കെ ദൈവം കൈമാറുന്ന തലത്തിലേക്ക് കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരട്ടെ. അങ്ങനെ വളർത്തുന്ന മാതാപിതാക്കളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം, അവരെല്ലാം ദൈവം അനുഗ്രഹിക്കുന്നു. തുടർന്നുള്ള സമയം ഈ വായിച്ച വേദഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ യേശു തൻ്റെ ശുശ്രൂഷയുടെ അവസാന സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് ഉള്ള അവസാന പ്രഭാഷണമാണ്. യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങൾ തൻ്റെ അവസാന പ്രഭാഷണം. 17-ാം അധ്യായം തൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന. അപ്പൊ ഈ 13, 14, 15, 16 അധ്യായങ്ങളിൽ തൻ്റെ പ്രഭാഷണം ആരംഭിക്കുമ്പോൾ തൻ്റെ മുമ്പിലുള്ള ശിഷ്യന്മാരോട് താൻ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകുന്നത്. അത് എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്? അതിന് കർത്താവ് നൽകി കൊടുത്ത 5 വാഗ്ദത്തങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. 11-ാം അധ്യായത്തിലേക്ക് വരാം. 11-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് ആരുടെ ഉള്ളം നൊന്ത്? യേശുവിന്റെ ഉള്ളം നൊന്ത് എന്ത് ചെയ്തു? കലങ്ങി. ഇനി 12-ാം അധ്യായം 27-ാം വാക്യം. ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങി. ആരുടെ ഉള്ളം കലങ്ങി? യേശുവിന്റെ ഉള്ളം കലങ്ങി. ഇനി 13-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി. അപ്പൊ നിങ്ങൾ നോക്കണം, 11-ാം അധ്യായം, 12-ാം അധ്യായം, 13-ാം അധ്യായം. ഈ 3 അധ്യായത്തിൽ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോ യേശുവിന്റെ ഉള്ളം വിവിധ സന്ദർഭങ്ങളിൽ കലങ്ങി. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ഉള്ളത്തിലുണ്ടാകുന്ന കലക്കം തുടങ്ങുമ്പോഴേ നമ്മുടെ കർത്താവിന് മനസ്സിലാക്കാനായിട്ട്. ഇപ്പൊ നിങ്ങളുടെ കലക്കമുണ്ടല്ലോ, പുറത്ത് വെള്ളം കലങ്ങിയിരിക്കുന്നു, അകത്ത് വെള്ളം കലങ്ങിയിരിക്കുന്നു. പുറത്തെന്താ? റോട്ടില് വെള്ളം കലങ്ങിയിരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഉള്ളം എന്ത് ചെയ്തിരിക്കുകയാണ്? ഇപ്പോ പല കാരണങ്ങൾ കൊണ്ട് കലങ്ങിയിരിക്കുകയാണ്. വെള്ളം കലങ്ങിയതും കർത്താവിന് അറിയാം. ഇനി യോഹന്നാന്റെ സുവിശേഷത്തില് 5-ാം അധ്യായത്തിൽ വെള്ളം കലക്കാനും കർത്താവിന്റെ ദൂതന് അറിയാം. ഇനി നിങ്ങളുടെ ഹൃദയം കലങ്ങിയിരിക്കുന്നതും ആർക്കറിയാം?
തമ്പുരാന് നന്നായിട്ട് അറിയാം ഏത് കാര്യത്തിലാണ് കലങ്ങിയിരിക്കുന്നത്. ഈ 3 അധ്യായത്തിൽ 3 കാര്യങ്ങളിലാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉള്ള എന്ത് ചെയ്തത്? കലങ്ങിയത്. ഒന്ന്, മറ്റൊരാൾ കരയുന്ന കണ്ടപ്പോഴാണ് കർത്താവിന്റെ ഉള്ള എന്ത് ചെയ്തത്? കലങ്ങിയത്. നമ്മുടെ സ്വകാര്യ ജീവിതത്തില്, വ്യക്തിപരമായ ജീവിതത്തില് നമ്മളൊക്കെ വേദനിക്കുന്ന, ആരോടും പറയാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് അറിയുന്ന ഒരു ദൈവം സ്വർഗ്ഗത്തിലുണ്ട്. അത് മനസ്സിലാക്കുന്ന ഒരു ദൈവത്തെ ഞാനും നിങ്ങൾ ആരാധിക്കുന്നത്. നമ്മുടെ ദൈവത്തിന് മാത്രം പ്രത്യേകതയാണ് നമ്മുടെ ഉള്ളം കലങ്ങുമ്പോൾ അതറിയുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നീയും ആരാധിക്കുന്നത്. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ ഒരു പാട്ട് പാടിയിട്ടുള്ളത്, ഉള്ളം കലങ്ങും പ്രയാസം വന്നാ സ്ഥാനമൊന്ന്, ഉള്ളം കലങ്ങും പ്രയാസം വന്നാ സ്ഥാനമൊന്ന്, ഉറ്റവർ സ്നേഹിതർ വിട്ടുപോയെന്നാലും ഉന്നതന്മാരില്ല കൈവീഴില്ല. ഉറ്റവർ സ്നേഹിതർ വിട്ടുപോയെന്നാലും ഉന്നതന്മാരില്ല കൈവീഴില്ല. ഓ എക്കാലത്തോ തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങിടാടുത്തുവാനെ, ഓ കഷ്ടതയിൽ നൽകുണതാൻ ദുഃഖത്തിൽ ആശ്വാസദായകനാ. ഓ കഷ്ടതയിൽ ആമേൻ നൽകുണതാൻ ദുഃഖത്തിൽ ആശ്വാസദായകനാ. അപ്പൊ യേശുവിന്റെ ജീവിതത്തിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ യേശുവിന്റെ ഹൃദയം കലങ്ങിയപ്പോൾ യേശുവിന് ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഈ ശിഷ്യന്മാരെ ഇവിടെ വിട്ടേച്ച് പോകാൻ പോവുകയാണ്. ഞാൻ ഇവരെ വിട്ടേച്ച് ഇവിടുന്ന് പോകുമ്പോൾ ഇവർക്കുണ്ടാകാനുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇവരുടെ ഹൃദയം കലങ്ങാൻ സാധ്യത കൂടുതലാണ്. എന്റെ ഹൃദയം കലങ്ങിയെങ്കിൽ ഈ ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങും. അല്ല, അവരുടെ മാത്രമല്ല, കർത്താവിന്റെ 2ാമത്തെ വരവ് ഈ ലോകത്തില് തന്നെ അനുഗമിക്കുന്ന എല്ലാവരുടെയും ഹൃദയം കലങ്ങാൻ സാധ്യതയുണ്ട്. ആ ഒരു കോൺസെപ്റ്റിലാണ് കർത്താവ് പറയുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങരുത്. ഇന്ന് രാത്രിയിലും ഈ സമയം കടന്നു വന്ന് ആരാധിക്കുന്ന ദൈവമക്കളോടും കർത്താവിന് പറയാനുള്ളത്, നിങ്ങളുടെ ഹൃദയം കലങ്ങേണ്ട ആവശ്യമില്ല. യേശു അത് പറഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാകില്ല. എന്നാൽ ആ അധ്യായത്തിൽ 5 വാഗ്ദത്തങ്ങൾ ദൈവമക്കൾക്കുള്ള എന്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ചെയ്യേണ്ട കലങ്ങണ്ട എന്ന് പറയുന്ന 5 കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞ എന്റെ സന്ദേശം അവസാനിപ്പിക്കും. ഒന്നാമത്തെ കാര്യം അതിന്റെ 27ാമത്തെ വാക്യമാണ്. 27 മതി. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങരുതെന്ന് കർത്താവ് യേശുക്രിസ്തു പറയാൻ കാരണം, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇംഗ്ലീഷ് മനസ്സിലായോ? ഇവിടെ പിള്ളേർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവും. എനിക്കാണെങ്കിൽ ഒട്ടും ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. അങ്ങനത്തെ ഒരു കാര്യം. എനിക്ക് പ്രീ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ, പ്രീ ഡിഗ്രി ഞാൻ പഠിച്ചത്, അപ്പോൾ 150 മാർക്ക് പ്രീ ഡിഗ്രിക്ക്, 150. അതൊക്കെ മനസ്സിലാവുമല്ലോ. എനിക്ക് പത്രത്തിൽ പറയാൻ അറിയാവുള്ളൂ. അപ്പം 150 എനിക്ക് കിട്ടിയത് 2 മാർക്കാണ്. ഹലോ, സന്തോഷിപ്പിക്കും. നിങ്ങൾക്ക് അതിൽ കൂടുതൽ പറഞ്ഞിട്ടില്ല. എനിക്ക് കിട്ടിയത് ആ മാർക്കാണ്. അപ്പൊ ആ മാർക്ക് വെച്ചിട്ടുള്ള ഇംഗ്ലീഷ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോളൂ ഞാൻ പറയുന്നത്. ഓക്കെ? അപ്പോ അപ്പോ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കാര്യം എനിക്കത് പറയുന്നതിന് നടക്കണമെന്നില്ല കേട്ടോ. അതാണ്. പിന്നെ അതുകൊണ്ട് തീർന്നിട്ടില്ല. അതിന് ശേഷം ഞാൻ പഠിച്ചു, അതൊന്നും ഞാൻ പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം മാന്യമായിട്ട് പഠിച്ച് ഒരു സെമിനാരിൽ പോയി പഠിച്ച് സെറാംപൂർ സിസ്റ്റത്തില് മാന്യമായ ഡിഗ്രി മേടിച്ചിട്ടുള്ള മനുഷ്യനാണ്. അതൊരു കാലം. അതിനുശേഷം ദൈവം കൊണ്ടുവന്ന വേറൊരു കാലമുണ്ട്. ഇതെല്ലാം കൂടെ പറയാൻ പോയത് തീരില്ല. അതുകൊണ്ട് പിള്ളേർക്ക് ഒരു പ്രോത്സാഹനത്തിന് വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത്,
നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. ഒന്നാമത്തെ കാര്യം, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു. രക്ഷിക്കപ്പെട്ടപ്പോ നമുക്ക് എന്ത് കിട്ടി? അല്ലേ? അന്നൊരു പാട്ട് പാടിയില്ലേ? സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്നെ മതി. ഇപ്പൊ ഉണ്ടാ സമാധാനം എന്ന് എന്റെ ചോദ്യം. അന്ന് സമാധാനം ഉണ്ടായി, നല്ല കാര്യം. പക്ഷെ ഇപ്പോ 10 കൊല്ലം കഴിഞ്ഞപ്പോ, 20 കൊല്ലം കഴിഞ്ഞപ്പോ, 25 കൊല്ലം കഴിഞ്ഞപ്പോ നമുക്ക് ഇപ്പൊ സമാധാനം ഉണ്ടോ? ആർക്കറിയാം? ഒരു സമാധാനമില്ല. പക്ഷെ അതെന്നാ കാര്യം? നിങ്ങൾ പറഞ്ഞതല്ല, ചിലര് പറഞ്ഞതാ. 2 പിള്ളേർ വീട്ടിലുണ്ടെന്ന്. എത്ര പിള്ളേരുണ്ട്? പണ്ട് 12 പിള്ളേരുള്ള വീട്ടിൽ എന്തുണ്ടായിരുന്നില്ല? ഒരു സമാധാന കുറവുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ആകെ വന്നിട്ട് പോയിട്ട് എത്ര ഉള്ളൂ? 2 ഉള്ളൂ. വീട്ടിലെന്താണ്? ഭയങ്കര സമാധാനക്കേട്. അതെന്താ? ഒരുത്തൻ ഞങ്ങളുടെ നാട്ടിൽ, നമ്മുടെ ഈ ആലുവയില് ഒരു പയ്യൻ പഠിക്കാൻ വേണ്ടി പോയി. മദ്രാസിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. 4 കൊല്ലം പഠിച്ചു. അവനത് 5 കൊല്ലം കൊണ്ട് തീർത്ത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് വരിക എന്ന് പറഞ്ഞു. അപ്പൊ നോർമലാണ്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവൻ വീട്ടിൽ വരും. രാവിലെ 5:00 ബെല്ലടിച്ചു. അമ്മ കഥക് തുറന്നു. നോക്കുമ്പോ ചെറുക്കൻ വന്നിട്ടുണ്ട്. പക്ഷെ കൂടെ ഒരു പെണ്ണുകൂടിയുണ്ട്. കൂടെ ആരുമുണ്ട്? അപ്പൊ ചില ആരാന്ന് വെച്ചു പറഞ്ഞു, അത് ഇമെയിലിൽ കൂടെ വന്ന ഫീമെയിലാണ്. എതിരെ കയറി വന്നാണ് അത് ഇമെയിലിൽ കൂടെ. ഇപ്പൊ ഇമെയിലിൽ കൂടെ അല്ല, ഇപ്പൊ വാട്സപ്പിൽ കൂടെ വരുന്നത്. പിന്നെ വേറൊരു സാധനം നമുക്ക് വാട്സപ്പ് അല്ലാതെ വേറൊരു സാധനം ക്ലാസ് പറഞ്ഞു പിള്ളേർക്കാരാവുന്നുണ്ട്. ഇങ്ങനെ പഠിപ്പിക്കണമെന്ന് നമുക്ക്. ഓക്കെ, ഇപ്പൊ വേറൊരു സാധനമുണ്ട് ഇതിലൂടെ കയറി വരുന്നത്. ഇതാണ് പിള്ളേരെ കുഴപ്പം. ഇന്ന് പിള്ളേരെ അല്ല, പിന്നെ വിജയന്റെ കാര്യം ഞാൻ പറയുന്നു, എല്ലായിടത്തും കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ഉള്ള സമാധാനം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് നഷ്ടപ്പെട്ടു. എന്താണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടാൻ കാരണം? അതിന് കാരണം നമ്മൾ ബൈബിൾ പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. 119 സങ്കീർത്തനം 165 വാക്യം. 119 സങ്കീർത്തനം ഈ സമാധാനം കണ്ടിന്യൂയാണെങ്കിൽ എന്ത് ചെയ്യണം? 119 സങ്കീർത്തനം 160. എന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. അടുത്തതായി, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതിയില്ല. എന്റെ ന്യായപ്രമാണത്തോട് എന്തുള്ളവർക്ക്? പ്രിയമുള്ളവർക്ക്. കൊച്ചിന് എന്തിനോടാ പ്രിയം? ഞാൻ പറഞ്ഞ കേട്ടോണ്ടിരിക്കുന്നു. മോക്ക് എന്തിനോടാ പ്രിയം? പ്രിയം എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വായിക്കേ. 165 165 വായിക്കേ. ദൈവവചനം സ്നേഹിക്കുന്നു. പ്രിയം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നവർ. അപ്പോ നിങ്ങൾക്ക് എന്തിനോടാണ് ലവ്? ആയിക്കോട്ടെ, നല്ല ഇംഗ്ലീഷിൽ കൂടെ കിട്ടിയ എന്തിനോടാണ് ലവ്? നമുക്ക് എന്തിനോടാണ് പ്രിയം? എന്തിനോടാണ് പ്രിയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എന്തിനോടാണ് ചേർന്നിരിക്കുന്നത്? അതിനോടാണ് പ്രിയം. ഏറ്റവും കൂടുതൽ എന്തിനോടാണ് നമ്മൾ ചേർന്നിരിക്കുന്നത്? അതിനോടാണ് നമുക്ക് പ്രിയം. ഇപ്പൊ നിങ്ങൾ പറയാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കാൻ ഇഷ്ടപ്പെടുന്നത് പിള്ളേർ പറയാം എന്തിനോടാണ്? അവര് പറയട്ടെ, ഞാനത് അവരെ കൊണ്ട് പറയിപ്പിക്കാനാണ് ഇത് ചോദിച്ചു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയം, സ്നേഹം, ലവ്, കൂടെ ഇരിക്കാൻ താല്പര്യമുള്ളത് എന്തിനോടാണ്? അറിയില്ല? നിങ്ങളെല്ലാവരും വലിയവരടക്കം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന്റെ പേരാണ് മൊബൈൽ. നിങ്ങളുടെ സ്ക്രീൻ ടൈമിന് നോക്കണം. സ്ക്രീൻ ടൈം. എന്നാണ് ഒരു പയ്യൻ കൈ ഇങ്ങനെ ഇരിക്കുള്ളൂ. അവൻ 14 മണിക്കൂർ മൊബൈൽ ഒരു ദിവസം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഗെയിം കളിച്ചതാണ്. എന്ത് കളിച്ചതാ? ഗെയിം കളിച്ചതാ. ഇപ്പൊ അവിടെ കൈ ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പൊ ആശുപത്രിയിൽ ഇരിക്കുക. മനസ്സിലായവർ പറഞ്ഞത് അപ്പനും അമ്മയും പറയാം, അവിടെ മൊബൈൽ അവിടെ വെക്ക്, താഴെ വെക്ക്, കീഴെ വെക്കെന്ന് പറയുമ്പോൾ പിന്നെ ഇവിടെ ഞെക്കിക്കൊണ്ടിരിക്കില്ലേ? കുറെ നാളും ഇങ്ങനെ ഇരിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോ അമ്മ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അന്ന് എന്തോ അമ്മ ഒരു 3 മണിക്ക് എഴുന്നേറ്റ് പോയി. അപ്പൊ അമ്മയോട് രാവിലെ എന്നമ്മ നേരത്തെ എഴുന്നേറ്റ് ഇങ്ങനെ. അപ്പൊ അമ്മ പറഞ്ഞു, ഇവിടെ മുഴുവൻ പട്ടാളം ഇറങ്ങിയിരിക്കുന്നു. വീടിന് ചുറ്റും എന്താ ഇറങ്ങി? ഇന്നലെ രാത്രി പട്ടാളം ഇറങ്ങി. അപ്പൊ ചോദിച്ചു, അതെന്നമ്മേ
വെടിവെക്കടാന്ന് മൂർത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ വെടിവെക്കടാ എനിക്ക് മനസ്സിലായി. ഞാൻ കേട്ടില്ല പട്ടാളം എന്ന് പറഞ്ഞത്. അപ്പോഴാണ് എന്റെ മക്കളെ പറഞ്ഞത് എന്റെ കാര്യം. തൊട്ടപ്പുറത്തെ വീട്ടിലെ ചെറുക്കൻ ചെവിയിൽ എന്തായാലും പറഞ്ഞത് ഹെഡ്ഫോൺ വെച്ചിട്ട് എന്ത് കളിയാ മക്കളെ ഏത് കളിയത്? പബ്ജി. അത് കളിക്കാൻ വേണ്ടിട്ട് ഇവൻ ഇവിടെ നിന്ന് കളിക്കുന്നു, വേറൊരു വീട്ടിലിരിക്കുന്നു. എന്നിട്ട് വെളുപ്പിന് ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ വെക്കടാ വെടി എന്ന് പറയാണ്. പാവ അമ്മ 70 വയസ്സായ അമ്മ എഴുന്നേറ്റിരിക്കുകയാണ്. പട്ടാളം വിചാരിച്ചു. മനസ്സിലായോ? നിങ്ങൾ ഈ ഗെയിം കളിക്കാനല്ലേ കൊണ്ട് ഉപയോഗിക്കുന്നത്. ഉള്ള സമാധാനം നഷ്ടപ്പെടും. നിങ്ങൾ മുഖാന്തരം സമാധാനം നഷ്ടപ്പെട്ടാൽ ഇങ്ങനെയുള്ള 70 വയസ്സുള്ള അമ്മച്ചിമാരുടെ സമാധാനം കൂടിയാണ് എന്ത് ചെയ്യുന്നത്? നഷ്ടപ്പെടുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുന്നവന് മഹാസമാധാനമുണ്ട്. എന്തുണ്ട്? മഹാസമാധാനം. വെറും സമാധാനമല്ല, മഹാസമാധാനം. അപ്പൊ ഈ സമാധാനം, ദൈവമക്കളുടെ സമാധാനം നഷ്ടപ്പെടാനുള്ള കാരണം എന്താ? ചൊല്ലുമ്പോ ആ പ്രിയം മാറിപ്പോയി. വചനത്തോടുള്ള പ്രിയം നമ്മുടെ നഷ്ടപ്പെട്ടു. കാലാകാലങ്ങളിൽ നമുക്ക് വചനത്തോടുള്ള ഇഷ്ടം നഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പണ്ടത്തെ കാലത്ത് ഇന്നത്തെ കാലത്തല്ല, 30 കൊല്ലം മുമ്പ് ഗൾഫിൽ വന്നിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോയിട്ടുള്ളവർക്ക് അറിയാം. അവര് അവിടെ നിന്ന് അന്ന് ഫോൺ വിളിക്കാൻ സാഹചര്യമില്ല, വാട്സപ്പ് ഇല്ല, ട്വിറ്റർ ഇല്ല, നേരത്തെ പറഞ്ഞ ഇൻസ്റ്റഗ്രാം ഇല്ല, ഒന്നുമില്ല. അന്ന് ആകെപ്പാടുള്ള കത്ത് എഴുതുകയാണ്. ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ ഒരു കത്ത് എഴുതിയാൽ 21 ദിവസം എടുക്കും എവിടെ തിരിച്ചെത്തിയാൻ. ആ കത്ത് കിട്ടാൻ 21 ദിവസം. എവിടെ ചെല്ലാൻ? വീട്ടിൽ ചെല്ലാൻ. അച്ഛനെ കത്ത് എഴുതിയിട്ടുണ്ടോ? ഇല്ല. കത്ത് എഴുതിയിട്ടുള്ളവർക്ക് അറിയാം. 30 വർഷം മുമ്പെങ്കിലും വരണം. ഓണത്തിന് ഇങ്ങനെ പ്രചാരമല്ലാത്ത കാലഘട്ടത്തിൽ. അപ്പൊ ഈ കത്ത് എഴുതും. അച്ഛൻ അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു കത്ത് എഴുതും. സ്നേഹം നിറഞ്ഞ അമ്മണിക്കുട്ടിക്ക് സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖകരമായിട്ട് എത്തി, ജോലിയിൽ പ്രവേശിച്ചു. പിന്നെ അവിടെ എന്തുകൊണ്ട് വിശേഷം? അമ്മായിമ്മയായിട്ട് ഉടക്കൊന്നും ഉണ്ടാക്കരുത്, നീ വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ എന്ന് നിന്റെ സ്വന്തം കിങ്ങിണിക്കുട്ടൻ ഒപ്പിട്ടു. എന്ത് ചെയ്തു? അയച്ചു. ഇത് അവിടെ ചെല്ലുമ്പോൾ 21 ദിവസം എടുക്കും. എത്ര ദിവസം? 21. അവിടെ എത്തി. ഈ പോസ്റ്റ്മാൻ ബെല്ലടിക്കുമ്പോഴേ അറിയാം ഇതാരുടെ കത്താണ്. ഭർത്താവിന്റെ കത്താണ്. ഓടി തുണി അലക്കുകയായിരുന്നു. അവിടെ നിന്ന് ഓടി ചെന്ന് ഈ കത്ത് മേടിച്ച് അത് കീറി അത് വായിക്കും. അത് വായിച്ചിട്ട് നേരെ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് കത്തിട്ടിട്ട് പിന്നെ ബാക്കി തുണി അലക്കും. തുണി അലക്കിട്ട് പിന്നെയും വരും. പിന്നെ വന്നിട്ട് പിന്നെ എടുത്ത കത്ത് വായിക്കും. എന്നിട്ട് പിന്നെ പോയി ചോറിട്ട് പിന്നെ എടുത്ത് കത്ത് വായിക്കും. കത്ത് വായിച്ചിട്ട് നെഞ്ചത്തോട്ട് ഇട്ടിട്ട് ഒരൊറ്റ കിടപ്പും ഒരൊറ്റ ഉറപ്പുമാണ്. പിന്നെ 4 മണിയാകുമ്പോൾ എഴുന്നേക്കും. അതേ കത്ത് പിന്നെയും വായിക്കും. വൈകിട്ടാകുമ്പോൾ പിന്നെയും വായിക്കും. രാവിലെ എഴുന്നേറ്റ് പിന്നെയും വായിക്കും. അതിനിടയ്ക്ക് ഒരു കത്ത് തിരിച്ചെത്തി കെട്ടിയവനായിരിക്കും ചെയ്യും. അങ്ങനെ 21 ദിവസം കഴിയുമ്പോൾ ആ കത്ത് പിന്നെ 2-ാം അധ്യായം. ആദ്യം കിട്ടിയത് എത്രാമത്തെ അധ്യായം? 1-ാം അധ്യായം. അങ്ങനെ 2 വർഷം കൊണ്ട് ഈ പുള്ളി ഒരു 10-20 കത്ത് വായിക്കും. ഇത് സ്റ്റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരേ കാര്യമല്ലേ എഴുതിയിരിക്കുന്നത്. ഇവിടെ സുഖമല്ലേ? അതൊക്കെ തന്നെയല്ലേ. പക്ഷേ നമുക്ക് അത് ഒരേ കാര്യമായിട്ട് തോന്നിയാലും ആ കത്ത് കിട്ടിയ ആൾക്ക് കത്ത് എഴുതിയ ആളുമായിട്ട് ഒരു ബന്ധമുണ്ട്. ആ ബന്ധമുള്ളത് കൊണ്ട് ഓരോ തവണ ഈ കത്ത് വായിക്കുള്ളൂ ആ ആൾക്ക് കിട്ടുന്ന അർത്ഥം വ്യത്യസ്തമാണ്. അത് ആ വാക്കുകൾ ആ വ്യക്തിയോട് സജീവമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ കാരണം ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധമാണ്. ഇന്നിവിടെ ആയിരിക്കുന്ന ദൈവമക്കളുടെ വചനം വായിക്കുമ്പോൾ ബോറടിക്കുന്നെങ്കിൽ, വചനം വായിക്കാൻ നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇത് നമുക്ക് നൽകി തന്ന ഉടമസ്ഥരുമായിട്ട് നമുക്ക് ബന്ധത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ളതാണ്. ബന്ധം സജീവമാണെങ്കിൽ അധികാലത്ത് നാം എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഈ വചനം നോക്കുക തന്നെ ചെയ്യും, വായിക്കുക തന്നെ ചെയ്യും. വായിക്കുക മാത്രമല്ല, അത് ധ്യാനിക്കുക തന്നെ ചെയ്യും. അതിന് നമ്മളോട് സംസാരിക്കാനായിട്ടുണ്ട്. ഇന്ന് നമ്മൾ 50-ാം സങ്കീർത്തനം വായിച്ചാൽ ഇന്ന് ഒരു കാര്യം സംസാരിക്കും. നാളെ 50-ാം സങ്കീർത്തനം വായിച്ചാൽ ആ വ്യക്തിയായിട്ട് ബന്ധമുണ്ടെങ്കിൽ, എഴുതിയ ആളുമായിട്ട് പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അടുത്തൊരു കാര്യം നമ്മളോട് സംസാരിക്കും. അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ഈ വചനവുമായിട്ട് ബന്ധമുള്ളവന് എന്തുകൊണ്ടാണ് വായിക്കുന്നത്? മഹാസമാധാനമുണ്ട്. അങ്ങനെയുള്ളവരുടെ ഹൃദയം കലങ്ങുന്നതായിട്ട് വരികയില്ല. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം കലങ്ങി പോകുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ 1-ാമത്തെ കാര്യം, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. 2 അതിന്റെ 18-ാമത്തെ വാക്യം. ലോകം നിങ്ങളെ പതിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ 18 ഞാൻ നിങ്ങളെ എന്താ പറയുക ഇംഗ്ലീഷില്? ജോൺ ചാപ്റ്റർ
ഓർഫൻസ് അല്ലേ? ചില ട്രാൻസ്ലേഷൻ കംഫർട്ട്ലെസ് എന്നായി കേൾക്കുന്നത്. ഓക്കെ, ഇവിടെ ഇൻസ്റ്റുഡന്റ് നല്ല ട്രാൻസ്ലേഷൻ എന്താ? ഞാൻ നിങ്ങൾ ഒരു നാളും ഓർഫനായിട്ട് എന്ത് ചെയ്യുകയില്ല, അനാഥനായി വിടുകയില്ല. അർത്ഥം എന്താണെന്നറിയാമോ? എനിക്കും നിങ്ങൾക്കും ഒരു ഉടമസ്ഥനുണ്ട്. എനിക്ക് നിനക്ക് ചോദിക്കാൻ പറയാൻ ഒരാളുണ്ട്. ഒരു പക്ഷെ ഇവിടെ കാണുകയില്ല നമുക്ക് വേണ്ടിയിട്ട് ആരും ചോദിക്കാൻ പറയാനും. രക്തബന്ധത്തിലുള്ള ആരും കാണണമെന്നില്ല. നമ്മളെ സഹായിക്കാൻ ഇവിടെ ആരും ഇല്ലെങ്കിലും ദൈവമക്കൾ ഓർത്തോണം, എനിക്ക് നിനക്ക് ഒരു ഉടമസ്ഥൻ ഉയരത്തിലുണ്ട്. അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ മധ്യത്തിൽ ആരും നിനക്ക് വേണ്ടി സംസാരിക്കാനില്ലെങ്കിൽ എനിക്കും നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു സ്വർഗ്ഗത്തിലെ ദൈവം തമ്പുരാൻ എനിക്ക് നിനക്കുമുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ആരും എന്റെ കാര്യത്തിൽ ഇടപെടുന്നില്ലല്ലോ, എനിക്ക് വേണ്ടി ആരും പ്രവർത്തിക്കുന്നില്ലല്ലോ, എനിക്ക് വേണ്ടി ആരും ഒന്ന് സംസാരിക്കുന്നില്ലല്ലോ എന്ന് ഹൃദയത്തിന്റെ അകത്തളങ്ങളില് വേദനയോടെ ആയിരിക്കുന്ന ചിലതിനോട് ദൈവത്തിന്റെ പരിശുദ്ധത പറയുന്നു. നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഉലകത്തിൽ ആഗ്രഹമില്ല, ചോദിക്കാനും പറയാനും ഒരു ഉടമസ്ഥൻ നിനക്ക് വേണ്ടി ഉയരത്തിലുള്ള അവർ സംസാരിക്കും. അവളുടെ പേര്, അവളുടെ ജാതിയാണ് ഹാഗാർ എന്ന പേര്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വീട് വിട്ട് ഓടേണ്ടി വന്നു. അവൾക്ക് വേണ്ടി സംസാരിക്കാൻ അപ്പനില്ല, അവൾക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ അമ്മയില്ല, അവൾക്ക് വേണ്ടി സംസാരിക്കാൻ സഹോദരന്മാരില്ല. അവരവിടെ ഏകയാണ്. ആരും അവൾക്ക് വേണ്ടി ഒന്നും സംസാരിക്കാനില്ലാത്തതുകൊണ്ട് അവൾക്ക് ഓടി മരുഭൂമിയിലെത്തി. സൂര്യന് പോകുന്ന വഴിക്ക് നിൽക്കുമ്പോ ദൂതൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവളെ ആരും സംസാരിക്കാനില്ലാത്ത ഉടമസ്ഥനിൽ നിന്ന് അവർക്ക് തോന്നിയ, എനിക്ക് ആരുമില്ലെന്ന് തോന്നി ഓടുന്ന അവളുടെ അടുക്കലേക്ക് ദൂതൻ വന്നിട്ട് ചോദിക്കുന്നു, ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു, നീ എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചു. അതിനുശേഷം അവളോടും അവൾക്ക് ഭാവിയിൽ അവളുടെ ഉദരത്തിൽ വഹിച്ചിട്ടുള്ള കുഞ്ഞിനോടുമുള്ള വാഗ്ദത്തം പറഞ്ഞതിന് ശേഷം പറഞ്ഞു, നീ മടങ്ങിപ്പോകാൻ പറഞ്ഞു. അവളെ അവൾ പറയുന്ന ജാതിയായ ഒരു സ്ത്രീ ദൈവത്തിന് ഒരു പേരിട്ടു. ആ പേരിതായിരുന്നു, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെ കാണുന്നതല്ലോ. ദൈവമക്കളോട് പറയാം, ആരും നിനക്കില്ലെന്ന് തോന്നിയാലോ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ഹൃദയത്തിന്റെ വേദനകളുടെ ദൈവമുണ്ട്. പറയാനും ഒരുവൻ ഉയരത്തിലുണ്ട്. 38 വർഷമായി ഒരുവൻ കുളക്കടവിൽ കിടക്കുകയാണ്. യേശു സ്വർഗത്തിൽ വെച്ച് അവനെ കണ്ടതാണ്. അവനവിടെ കിടപ്പുണ്ടെന്നും അവന്റെ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ, എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ലെന്നുള്ളതാ, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ള ചിന്തകൾ അവന്റെ അകത്തുള്ളപ്പോ അത് അറിഞ്ഞ ദൈവം തമ്മിൽ അവന്റെ അടുക്കിലേക്ക് വന്ന് അവനോട് പറഞ്ഞു, നീ നിന്റെ കിടക്കെടുത്ത് നടക്കാൻ ഇന്നതിനകത്തിരിക്കുന്ന ദൈവത്തോട് പറയാം, ആരും എന്നെ സഹായിക്കാനില്ലെന്ന് അറിയുന്ന ദൈവം തമ്മിലുണ്ട്. അവരങ്ങനെ ഇറങ്ങിയുള്ളൂ.
വന്നിട്ട് വേണം ഈ അമ്മയ്ക്ക് കുറച്ചു നാൾ വിശ്രമിക്കാൻ. അത് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ മകൻ മരിച്ചു പോകുന്നത്. അമ്മ കരയാൻ തുടങ്ങി. അമ്മയെ സഹായിക്കാൻ ആരും ഈ ഭൂമിയിലില്ല. അങ്ങനെ അടക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെടുന്നത്. യേശു അവർക്കെതിരെ വന്നു എന്നാ വായിക്കുന്നത്. നൈലിലേക്ക് പോകുമ്പോ ആ വിധവയുടെ മകന് വേണ്ടി ഇറങ്ങി വന്ന് തക്ക സമയത്ത് മഞ്ചം തൊടുന്നവരോട് നിൽക്കാൻ പറഞ്ഞ് അതിനെ തൊട്ട് എഴുന്നേൽപ്പിച്ച് അവന് കൊടുത്തു, അമ്മയ്ക്ക് കൊടുത്തു. ഞാൻ പറയാൻ വന്നത്, അതിനുശേഷം മകൻ അവിടെ ഇരുന്ന് അമ്മയോട് സംസാരിച്ചെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ സംസാരിച്ചെന്ന് അറിയാമോ? അമ്മേ, ഇനി പറയുന്നത് നമുക്ക് ആരുമില്ല, ഇനി പറയുന്നത് നമുക്ക് ആരുമില്ല. അമ്മ പറഞ്ഞില്ല ഇത്രയും നാളെ എനിക്ക് ആരുമില്ല, നിനക്ക് ആരുമില്ല മോനെ എന്ന് പറഞ്ഞില്ലേ അമ്മ? പക്ഷെ ഇനി അമ്മ പറയുന്നത്, നമ്മുടെ ഏറ്റവും പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ അറിയാത്ത ഒരുവൻ നമ്മളെ തേടി നമ്മൾ കടന്നു പോകുന്ന വഴിയിൽ കടന്നു വന്ന് എന്നെ വിടുവിച്ചത് സത്യമാണെങ്കിൽ ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചെറുതിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് ആരുമില്ലെന്ന് ഇനി നീ പറയരുത്. ഇതാ നിന്നെ തേടി റാസൽ ഖൈമയുടെ ഏത് ഉള്ളിലാണെങ്കിലും നിന്റെ കരച്ചിൽ കണ്ട് ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ പക്ഷെ നീ ആയിരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് കരയുമ്പോ നീ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് എന്റെ ദൈവമേ ഒരു നെടുവേർപ്പെടുമ്പോ അതിന്റെ അർത്ഥമറിയാവുന്ന ഒരു ഹൃദയത്തിലുള്ളൂ. അതിനുശേഷം നിന്റെ വീട്ടിൽ നിന്റെ കൂടെ കിടക്കുന്ന ഭർത്താവിനോ നിന്റെ വീട്ടിലുള്ള മക്കൾക്കോ നിന്റെ നെടുവേർപ്പിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ലെങ്കിലും അർത്ഥം അറിയുന്ന ഒരുവൻ ഉയരത്തിലുള്ള ഇറങ്ങി വരും. ഒന്ന്, ഞാൻ എന്റെ സമാധാനത്തിൽ നിന്നത്. രണ്ട്, ഞാൻ നിങ്ങളുടെ ആരാധനായി വിടുകയില്ല. മൂന്നാമത് 13-ാം വാക്യം, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും അതിന് മുമ്പ് 16 എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. മൂന്നാമത്തത്, I will give you Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകി തരും. എന്തിനാ ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നൽകി തരുന്നത്? പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ 4 ലെവൽ കാണാൻ സാധിക്കും. ഒന്ന്, എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം വായിക്കേണ്ട 47-ാം അധ്യായത്തിലാണ്. ഒന്നാമത് നനയാണി വെള്ളം, രണ്ടാമത് 1000 മുഴടന്നപ്പോ അത് മുട്ടോളം, അത് അരയോളം, പിന്നെ നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത 4 ലെവല് കാണാൻ സാധിക്കും. ഞാൻ രസകരമായിട്ട് വേറൊരു 4 ലെവല് പറയാറുണ്ട്. ഒന്നാമത് കരയിലാണ് നിൽക്കുന്നത്. അവരെ ഞാൻ വിളിക്കുന്നു പ്രകൃതകാരനെ വിളിക്കുന്നു. അവരവിടെ നിൽക്കും, വെള്ളത്തിലേക്ക് ഇറങ്ങും, കരയിൽ. രണ്ടാമത്തത് ബ്രന്തക്കോസ്തുകാരാണ്. ബ്രദറും അല്ല, പെന്തക്കോസ്തും ബ്രന്തക്കോസ്തു. ഈ എല്ലാ പെന്തക്കോസ്തു സഭയിലും കുറച്ച് ബ്രദറുകാരാണ്. പക്ഷെ ഒരു ബ്രദറിന്റെ സഭയിൽ ഒരു പെന്തക്കോസ്തുകാരനാണ്. ഹലോ, ബ്രദർ സഭയിൽ ആരും നടത്തില്ല, പെന്തക്കോസ്തുകാരാണ്. എന്റെ ചർച്ചില് 2 ഫാമിലി ഉണ്ട്, ബ്രദറിൽ നിന്ന് വന്ന. അതിന് കാരണം ഒരാള് അവിടെ ഇരുന്നപ്പോ
മൂപ്പനെ ഏതാണ്ട് വിളിക്കുമ്പോ അല്ലെങ്കിൽ പുള്ളിനെ സഭയിൽ നിന്ന് കൊടുത്ത ചെറുപ്പക്കാരനായിരുന്നു. എൻ്റെ അടുത്ത് വന്നു. ഞാൻ ബൈബിളെ പറ്റി ഇപ്പൊ പാസ്റ്റർ ശാരന്റെ പാസ്റ്റർ ഉണ്ട്. ഇപ്പോ വൃദ്ധകാരനായിരുന്നു. പക്ഷെ അഭിഷേകം പ്രാപിച്ച് പുള്ളി ബൈബിളിൽ പഠിച്ച് ഇപ്പോ പാസ്റ്ററാണ്. രണ്ടാമത്തെ ഫാമിലി അവരുടെ മക്കളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു ക്യാമ്പുണ്ട്, അതിന് വരാൻ പറ്റും. അങ്ങനെ അവർ ക്യാമ്പിന് വന്നു, യൂത്ത് ക്യാമ്പിന്. അവിടെ കാത്തിരിപ്പ് ഉണ്ടായിരുന്നു. ഈ സഹോദരി പ്രാർത്ഥിച്ചത് ശരിയാണ്, എനിക്ക് തന്നെ ചോദിച്ചേ ഉള്ളൂ. അവരുടെ മേലൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ പ്രകൃതി പോയില്ല. അവിടെ അപ്പൊ നമ്മുടെ ഇവിടെ എന്തായാലും നല്ല അറിയാൻ പറയാം. മൂന്നാമത്തെ ഉന്തിക്കോസ്. അതെന്താ ക്ലാസ്സിൽ വിളിച്ചോണ്ടേ ഇരിക്കും. മോനിന് വരണോ, രാത്രിക്ക് വരണം, മുടക്കരുത്, അത് ചെയ്യണം, ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ഉന്തി വെച്ചത്. അവരാണ് എന്ന് പറയുന്നത് ഉന്തിക്കോസ്. നാലാമത്തെ നടക്കുന്നത് പെന്തിക്കോസ്. ഇവിടെ ഇപ്പൊ വ്രതകാരും വന്നിട്ടില്ല, വ്രതക്കാരും വന്നിട്ടില്ല, ഉന്തിക്കോസും വന്നിട്ടില്ല. ഇവിടെ ആരും വന്നിട്ടുള്ളൂ പറഞ്ഞില്ല. പെന്തക്കോസുകാർ മാത്രമേ ഉള്ളൂ. അത് ആരും ചെയ്തിട്ടില്ല. ബാക്കിയുള്ളൊരു വെള്ളമായതുകൊണ്ട് വരാത്തത്. നിങ്ങളെ വിധിക്കൊന്നും വേണ്ട. വീട്ടിലെ ചുറ്റും വെള്ളമായതുകൊണ്ട് അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യാതിരുന്നതാണ്, വരാതിരുന്നതാണ്. നിങ്ങൾ ആരും അല്ലെങ്കിൽ ജോലി ഉണ്ടായിരുന്നതാണ്. അതിൽ കൂടുതലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി അവരെ കാണുമ്പോ ഭാഷ വെറുതെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ പഴയ നിയമത്തിൽ 4 ലെവലുണ്ട് ഈ ആത്മാവിന്റെ അളവ്. പുതിയ നിയമത്തിലും 4 ലെവലുണ്ട്. ഇത് നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏത് പ്രതിസന്ധിയിലും നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട്. ഇത് ജീവിത അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. അനുഭവം സമയമുണ്ടെങ്കിൽ ഞാൻ പറയുന്നു കൂട്ടത്തിൽ. ഒന്നാമത്തെ ലെവല് 1:8 അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം. ആക്ട്സ് ചാപ്റ്റർ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് അവിടെ പറഞ്ഞിരിക്കുന്നത് ശക്തി ലഭിക്കും. ഇംഗ്ലീഷിലെ പവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ലഭിക്കും? പവർ. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ഒന്നാമത് ലഭിക്കുന്നത് പവറാണ്. ആ പവർ എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ശക്തി എന്തിനു വേണ്ടിയിട്ടുള്ളത്? സുവിശേഷം പറയാനുള്ളതാണ്. മറ്റുള്ളവരോട് സാക്ഷ്യം വഹിക്കാൻ, അതായത് യേശുവിനെ കുറിച്ച് വിറ്റ്നസ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ ശക്തി എന്തിരിക്കുന്നത്, തന്നിരിക്കുന്നത്. പണ്ടൊരു ഡോക്ടർ കാർ ഓടിച്ചു വരുമ്പോൾ, വെറ്റിനറി ഡോക്ടർ കാർ ഓടിച്ചു വരുമ്പോൾ ഒരു നായയുടെ കാലുടിഞ്ഞ് പൊട്ടിക്കിടന്നു. അപ്പോ ഡോക്ടർക്ക് സഹതാപം തോന്നിയിട്ട് ആ നായയുടെ കാറിൽ കയറ്റി വീട്ടിൽ കൊണ്ടുപോയി അതിന് പ്ലാസ്റ്റർ ഇട്ട് ഒരു 3 ആഴ്ച അവിടെ ശുശ്രൂഷയൊക്കെ ചെയ്തു. 3 ആഴ്ച പ്ലാസ്റ്റർ വെട്ടി അതിന് വിട്ടുപോയി. അത് പോയതിന് ശേഷം പിറ്റേ ദിവസം ഡോക്ടർ ഡോറ് തുറന്ന് നോക്കുമ്പോൾ ഗേറ്റിന്റെ മുമ്പിൽ 7 നായ നിൽക്കും. 7 നായ. മുമ്പിൽ ആ സൗഖ്യമായ നായുണ്ട്. ബാക്കി 6 നായകൾ കാലും കൈ പിടിക്കുന്നതാണ്. ഈ നായ പോയിട്ട് ബാക്കിയുള്ള 6 നായയോട് പറഞ്ഞു, ഞാനൊരു ഡോക്ടറെ കണ്ടുപിടിച്ചു, പുള്ളി നിങ്ങളുടെ കാലിന്റെ പ്രശ്നം എന്ത് ചെയ്തു മാറ്റി തരുമെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, വിളിച്ചോണ്ട് വന്നതാണ്. ദൈവം നമ്മൾ ഇതുവരെ ഹലോ ഞാൻ പറയില്ല, നമ്മൾ ഇതുവരെ ഒരു മനുഷ്യനോട് ചെയ്തിട്ടില്ല. ഇതുവരെ ഒരു മനുഷ്യനോട് നമ്മൾ തക്കാനെ കുറിച്ച് ചെയ്തിട്ടില്ല. നമ്മൾ പറഞ്ഞു നമ്മൾ ഡീസന്റ് ആകാറില്ല. ശക്തിയൊക്കെ ഉണ്ട്, കാര്യത്തിൽ ശരിയാണ്. പക്ഷേ ഇത് വരുമ്പോ നമുക്കൊരു പ്രശ്നമാണ്. നിങ്ങൾ വിളിച്ചോണ്ട് വരണം, ഇത് നടക്കണം. നമ്മുടെ കുഴപ്പമില്ലെന്ന് അറിയാമോ? നമ്മൾ ഈ ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ നമ്മൾ രാവിലെ ഡ്രൈവറൊക്കെ എന്തൊക്കെ വിളിക്കുന്നത് ബസ് സ്റ്റോപ്പിൽ അതിതൊക്കെ പെട്ട് പഠിച്ചുകൊണ്ട് വണ്ടി എന്ത് ചെയ്യും, നിൽക്കും. നമ്മൾ അയച്ചു കയറി കയറ്റിയും കൂടി 2 സ്റ്റോപ്പ് നിർത്തി കഴിയുമ്പോൾ 2 സ്റ്റോപ്പിൽ വണ്ടി നിർത്തി കഴിയുമ്പോൾ നമ്മൾ വണ്ടി നിന്ന് വന്ന കാര്യം എന്താണെന്നറിയാമോ? എല്ലായിടത്തും നിർത്തിയാൽ ഹലോ എല്ലായിടത്തും. അപ്പൊ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നമ്മൾ എല്ലാവരും നിർത്തുന്നത്. ഇപ്പൊ നിങ്ങൾ കയറി കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഈ വണ്ടി എവിടെയും ചെയ്തത് ഇതാ ബന്ധുസാരോട് നമ്മുടെ പെട്ടകത്തിൽ കയറി ഇനി ഒഴിച്ചിന് യാത്ര ചെയ്തിട്ട് ഹലോ നമ്മുടെ മേലെ പവർ തന്നേക്കുന്നത് പവർ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് കർത്താവിനെ കുറിച്ച് പറയാൻ വേണ്ടി, യേശുവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നശിച്ചു പോകുന്നവരെ കുറിച്ചുള്ള ഭാരവത്വമാണ്. നിങ്ങൾ ശരിക്കും രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്നാണെന്നറിയാമോ? നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമാണ്
നിങ്ങൾ ശരിക്കും രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവെന്ന് പറയുന്നത്. അതുകൊണ്ട് മഴയുടെ നാളെ നിന്ന് പോകും, ഇത് തീർന്നു. ഇനി ഈ ആഴ്ച മഴ പെയ്യുന്നില്ല. ഇനി ഈ ആഴ്ചയിൽ നല്ല 5 കൊല്ലം കഴിഞ്ഞാൽ മഴ പെയ്യും. അപ്പോ ഈ അടുത്ത ആഴ്ച മഴയാന്ന് പറഞ്ഞാൽ ആരും വിളിക്കാതിരിക്കരുത്. 10 എണ്ണത്തിന് വിളിച്ചുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറ്റണം. എവിടെയാണോ അവരൊരു തവണ വന്നാൽ മതി, ബാക്കി പിന്നെ ദൈവം ചെയ്തു. നിങ്ങളുടെ പണി വിളിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഈ ശക്തി ദൈവം തരുന്നത്. രണ്ടാമത് ദൈവം ശക്തി തരുന്നത് 2-ാം അധ്യായം 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. സെക്കൻഡ് ലെവൽ, 2ാമത്തെ ലെവൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവം നമുക്ക് തരുന്നു. ഞങ്ങളുടെ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് എക്സീഡിംഗ് ഗ്രേറ്റ്. അവിടെ പറഞ്ഞിരിക്കുന്ന പദം ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, സർപാസിംഗ് പവർ. സർപാസിംഗ് പവർ, അതിന്റെ അർത്ഥം അതിജീവിക്കാനുള്ള ദൈവത്തിന്റെ ശക്തി. എന്തിനെ അതിജീവിക്കാനുള്ള? ഏത് പ്രതിസന്ധി. അതാണ് ഈ ദാവീദ് പറയുന്നത്, ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഇതിന് വരുന്ന സാധന ദൈവം. ആദ്യത്തേത് സുവിശേഷം പറയാനാണെങ്കിൽ ഇത് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ നമ്മുടെ മേൽ തരുന്ന ശക്തിയാണ് സർപാസിംഗ് പവർ, അത്യന്ത ശക്തി എന്ന് പറയുന്നത്. അത് അറിയില്ലെങ്കിൽ അടുത്ത വാക്യം വായിച്ചാൽ മതി. അടുത്ത വാക്യം വായിച്ചോ, അപ്പൊ അറിയാം. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. അപ്പൊ നമുക്ക് നോക്കിയേ, ദൈവ മക്കൾക്ക് എന്തുണ്ട്? പക്ഷെ ഇടുങ്ങിയിരിക്കാൻ കാരണമല്ല. നമ്മൾ കഷ്ടം വന്നാൽ പിന്നെ എന്ത് ചെയ്യും? ആ കഷ്ടമുള്ള ആഴ്ചയിൽ വരുന്നത് പാസ്റ്റർക്ക് മനസ്സിലാവും. ആ വരുമ്പ് കാണുമ്പോഴേ അറിയാം ഈ ആഴ്ച ഇനി കഷ്ടമില്ലാത്ത ആഴ്ച. ഇത് ഞങ്ങൾ പാസ്റ്റർമാരായതൊക്കെ ഞങ്ങൾക്ക് എന്ത് ചെയ്യും? ഇവിടെ ഇരുന്നാൽ മതി, മനസ്സിലാവും. നിങ്ങളെ മാനസികവും ശാരീരികമായിട്ടുള്ള പോസ്റ്റർ ചെയ്ത് ഞങ്ങൾക്ക് പിടികിട്ടുന്നത്. അപ്പൊ കഷ്ടം അനുഭവിക്കുന്നവരെങ്കിൽ എന്ത് ചെയ്യുന്നില്ല? നിരാശ എന്ത് ചെയ്യുന്നില്ല? ഇടുങ്ങിയിരിക്കുന്നു. അടുത്ത പദം ബുദ്ധിമുട്ടുന്നവരെങ്കിലും ചിലരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര നിരാശയാണ്. ഇത് നിരാശ കൂടി കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തിലേക്ക് കയറും. അതിനെന്തെന്ന് പറയും? ഡിപ്രഷൻ. എന്ത് വരും? ഡിപ്രഷൻ. എന്റെ വീട്ടില് എന്റെ മോനോട് പറയാം, അപ്പൊ നായ്ക്ക് വരെ എന്ത് വരും? നായ്ക്ക് വരെ ഡിപ്രഷൻ വരും. എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് ഡിപ്രഷൻ വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം നമ്മുടെ മേൽ ഈ ശക്തി കുറയുന്നതാണ് നമ്മൾ പറയുന്നത്. ഏത് ശക്തി എന്ന് പറയാമോ? ഈ സർപാസിംഗ് പവർ, ദൈവം നൽകുന്ന അത്യന്ത ശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. നമ്മുടെ നേരെ വരുന്ന കഷ്ടങ്ങളെ അതിജീവിക്കാൻ, ബുദ്ധിമുട്ടിനെ അതിജീവിക്കാൻ ദൈവം നമുക്ക് ഇത് ചുമ്മാ കിട്ടുമൊന്നുമില്ല. ഇത് ഇരുന്ന് പ്രാപിക്കും. അത് ഡെയിലി ഇരുന്ന് ദൈവത്തിന് പ്രാപിക്കും ഈ എക്സീഡിംഗ് പവർ എന്നുള്ളത്. ഇനി അടുത്ത വാക്യം, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. അടുത്തത് വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് ചുമ്മാ പറഞ്ഞൊന്നുമല്ല, കല്ലേറുകൊണ്ട് വീണ് കിടന്നു മരിച്ചു എന്ന് വിചാരിച്ച് പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി. ലുസ്ത്രയിൽ വെച്ചത് സംഭവിക്കുന്നത് പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടിട്ടു. ശിഷ്യന്മാർ ചുറ്റും നിന്നു. പ്രാർത്ഥിച്ചെന്ന് എഴുതിയിട്ടില്ല, ഞാൻ വിചാരിക്കുന്നു പ്രാർത്ഥിച്ചെന്ന്. ആ മനുഷ്യൻ അവിടെ എഴുന്നേറ്റു. എനിക്കെങ്ങാണ് ഈ കല്ലേറ് കൊണ്ടിരുന്നെങ്കിൽ പിറ്റേ ദിവസം തന്നെ കോട്ടയ്ക്കൻ ആര് ബന്ധിച്ചറിയാം, തിരുമ്പലും പിഴിച്ചിലും കുഴിച്ചിലും. പക്ഷെ ഈ അത്യന്ത ശക്തിയുള്ള മനുഷ്യനെ കുറിച്ച് വായിക്കുന്നത് പിറ്റേ ദിവസം ധർമ്മ എന്ന പട്ടണത്തിൽ അവൻ യേശുവിനെ പ്രസംഗിച്ചെന്ന എന്നാ കാര്യം അറിയാമോ? ഈ അത്യന്ത ശക്തി ആ മൺകൂടാരത്തിലുണ്ടായിരുന്നു. ദൈവമക്കളോട് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകുന്ന ശക്തി ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഏത് പ്രതികൂലത്തെ അതിജീവിക്കാനുള്ള ശക്തിയാണ് ദൈവം ഈ മൺകൂടാരത്തിൽ പകർന്നു തന്നിരിക്കുന്നത്. എനിക്ക് ശക്തിയില്ലെന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ കുഴപ്പം നമ്മളത് പ്രാപിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ദൈവമക്കളോട് പറയാം, മോളിക്കൂടെ മിസൈൽ വരുമ്പോ താഴെ വെള്ളം പൊങ്ങുമ്പോ പേടിക്കരുത്. ബുദ്ധിമുട്ടുന്നവരെങ്കിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും അതിന്റെ മധ്യത്തിൽ വീട് കിടക്കുന്നവരെങ്കിലും അതിന്റെ മധ്യത്തിൽ നമ്മെ പിടിച്ചു നിർത്തുന്നത് മറ്റൊന്നുമല്ല, ഈ അത്യന്ത ശക്തി മൺകൂടാരത്തോട് ഇതൊന്നും നമ്മെ തകർക്കാനായിട്ട് പറ്റുകയില്ല. എന്നോട് പറയുന്ന വാർത്തക്കാരനാണ്
റോമാലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുക്കൽ വരുവാൻ ആഗ്രഹിച്ചു, എന്നാൽ പല കാരണം കൊണ്ട് മുടക്കം വന്നെന്ന്. പക്ഷേ ഈ അത്യന്ത ശക്തി അവന്റെ മേൽ ഉണ്ടായതുകൊണ്ട് എല്ലാ തടസ്സങ്ങളെ അതിജീവിച്ച് സമയമായപ്പോൾ റോമിൽ ദൈവം തമ്മിൽ എത്തിച്ചത് ദൈവം തമ്മിൽ തന്നിട്ടുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ വന്നാലും നിന്റെ അകത്തി അത്യന്ത ശക്തി ഉണ്ടെങ്കിൽ നിന്നെ തളർത്താനും ഉറക്കാനും ഒന്നാമത്തത് പവർ, രണ്ടാമത്തത് സർപാസിംഗ് പവർ, മൂന്നാമത്തത് മൈറ്റി പവർ. എന്തിനാണ് ഈ മൈറ്റി പവർ? ഒടുവിൽ കർത്താവിന്റെ അമിത ബലം എന്തിനാണ് തരുന്നത്? ഇതെല്ലാ ദൈവമക്കൾക്കും വേണ്ടത് ഈ അമിത ബലം. അത് വായിക്കണമെങ്കിൽ 12-ാമത്തെ വാക്യം 6:12. എന്തിനാണ് ഈ അമിത ബലം തരുന്നത്? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വർഗ്ഗലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ഈ 4 മേഖലകളിൽ എല്ലാ ദൈവമക്കൾക്കും, ശ്രദ്ധിച്ചു കേട്ടോളാം, എല്ലാ ദൈവമക്കൾക്കും, എല്ലാ ദൈവദാസന്മാർക്കും പോരാട്ടമുണ്ട്. അതിനെ ജയിക്കാൻ ദൈവം തന്നിട്ടുള്ളതാണ് മൈറ്റി പവർ. അത് പ്രാവീണ്യ ദൈവമക്കൾ. എനിക്കിതിനെ കുറിച്ച് വലിയ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു 22 വർഷം മുമ്പ് തൃശ്ശൂർ എന്ന് പറഞ്ഞ പട്ടണത്തില് ഒരു പുതിയ പ്രവർത്തനത്തിന് വേണ്ടി വന്നു. അങ്ങനെ പ്രവർത്തനം അവിടെ ആരംഭിച്ചു. ആദ്യമായി സൺഡേ സ്കൂളാണ് തുടങ്ങുന്നത്. ശനിയാഴ്ച തുടങ്ങി. ശനിയാഴ്ച നമ്മളെന്താ വിളിക്കുന്നു? സൺഡേ സ്കൂളിൽ നിന്ന് വിളിക്കുന്നു. 10-11 കുട്ടികൾ ഒരു വീടിന്റെ മുമ്പിലുള്ള മരത്തിന്റെ ചുവട്ടിൽ. അവരൊരു കുറച്ച് പാവപ്പെട്ട കുട്ടികളാണ്, മറ്റൊക്കെ വലിയ ആളുകളാണ്. ഇത് പാവപ്പെട്ട കുറച്ച്, അവർ 11 പേര് വന്നു. അപ്പൊ അവരോട് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ ശനിയാഴ്ച വരാം. ബാലസന്ദർശനത്തിന് പോയപ്പോൾ കണ്ടുപിടിച്ചത്, ഞങ്ങൾ ശനിയാഴ്ച വരാം, നിങ്ങളെ പാട്ട് പഠിപ്പിക്കാം, കഥ പഠിപ്പിക്കാം, നിങ്ങൾക്ക് വരാമോ എന്ന് ചോദിച്ചു. അപ്പൊ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ 4:30 ചെല്ലാമെന്ന് പറഞ്ഞു. 4:15 ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ രണ്ടാമത്തെ മകൻ 6 മാസം പ്രായം, ഭയങ്കര പനി. പനി എന്ന് പറഞ്ഞാൽ എൻ്റെ മോക്ക് അങ്ങനെ ഒരു പനി വന്നിട്ടില്ല, കുഞ്ഞുങ്ങൾക്കാർക്ക് അങ്ങനെ ഒരു പനി കണ്ടിട്ടില്ല. പക്ഷെ കഠിനമായ പനി, ഈ ഗ്ലൂക്കോസ് കഠിന ചുരന്നെഴുതിട്ടുള്ളത് പോലെ അങ്ങനെ കഠിനമായ ഒരു പനി. ആ കുഞ്ഞിനെ അവിടെ ഇട്ടേച്ച് പോകുന്നത് ശരിയല്ല. പക്ഷെ ആദ്യമായിട്ടാണ് പോകാതിരിക്കാൻ പറ്റുന്നത്. ആ മദറിലോ ഞങ്ങളുടെ വീട്ടിലുള്ളതുകൊണ്ട് അമ്മയുടെ കൊച്ചിനെ കൊടുത്തു. അപ്പൊ ഈ അമ്മമാർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരിങ്ങനെ തണുത്ത ഐസ് വെള്ളമൊക്കെ വെച്ച് ഇങ്ങനെ അതൊക്കെ ചെയ്ത് അമ്മയോട് പറഞ്ഞു, നീ പറ്റിയില്ലെങ്കിൽ അമ്മ ആശുപത്രിയിലേക്ക് കൊച്ചിനെ കൊണ്ട് പോക്കോ, ഞങ്ങൾ എന്തായാലും സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ പോവുകയാണ്. ഞങ്ങൾ പോയി അവിടെ ചെന്നു. 4:30 കഴിഞ്ഞു. അവിടെ ചെന്നു, കുട്ടികളോട് സംസാരിച്ചു. 1 മണിക്കൂർ അവരോട് കൂടെ ഇരുന്നു. 5:45 വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ കാണുന്നത് ഞങ്ങളുടെ മുന്നിൽ പനിയില്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ അതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞിട്ട് നേരത്തെ തിയോളജി മണക്കാല ഫെസ്റ്റിവൽ സെമിനാരി പഠിച്ചതാണ്. അപ്പൊ അതിന്റെ തിയോളജി എല്ലാം നിലയ്ക്ക് കയറിയതുകൊണ്ട് പോരാട്ടമൊന്നും നമുക്ക് ഇല്ല. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് 2 സ്റ്റെപ്പ് ഉണ്ട്. അത് ഇറങ്ങുന്ന വഴിക്ക് വീണു, കാലും പ്ലാസ്റ്റർ. പറയുമ്പോൾ എളുപ്പമാകേണ്ട. പക്ഷെ 3 മാസം അപ്പൊ ഞങ്ങൾ ബാല്യ സന്ദർശനം അതോടുകൂടി എന്ത് ചെയ്തു? മുടങ്ങി. കാര്യം എന്താണെന്നറിയില്ല, കാലൊടിഞ്ഞു. 3 മാസം അങ്ങനെ കഴിഞ്ഞു. അവിടെ പ്ലാസ്റ്റർ വെട്ടി 1 മാസം ആയില്ല. അതിനുള്ളിൽ എൻ്റെ മദറിലോ ബാത്റൂമിൽ വീണു, കയ്യും പൊടിഞ്ഞു, അതിന് കമ്പിയിട്ടു. അത് ഏകദേശം ഒരു 2 മാസം 2.5 മാസം എടുത്തു. അത് വെട്ടി. അത് കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മോള് പാല് ഇതുപോലെ തിളപ്പിച്ചു വെച്ചേക്കുന്നത്, അത് കൊച്ചറിഞ്ഞില്ല. ചെന്ന് ആ ഭാഗത്തിൽ തെളിപ്പിച്ചു. അതെല്ലാം കൂടെ അതിൻ്റെ ഒരു കരച്ചിൽ മാത്രമേ വീട്ടിലുണ്ടായിരുന്നു. അടുത്തുള്ള ഒരു മുസ്ലിം പുള്ളി ഓടി വന്ന് എന്നെ അച്ഛാ വെച്ചെന്ന് ചോദിച്ചു. ഇതാ സംഭവിച്ചതെന്ന് പറഞ്ഞു. പുള്ളി എടുത്ത് ആശുപത്രി കിട്ടും. അത് കഴിഞ്ഞ് പൊള്ളലുണ്ടായി തിരിച്ചു വന്നു. അപ്പൊ ഇപ്പൊ 4 പേര് വീട്ടിലുള്ളവർക്ക് ഇനി എന്നെ മാത്രമേ ഇനി എന്ത് ചെയ്യാനുള്ളൂ. അപ്പൊ ഞാൻ
വിചാരിച്ചു എന്നെ പത്രത്തേക്കുമായിരിക്കും. അങ്ങനെ ഇരുന്ന ഒരു ദിവസം ഞാൻ ബൈക്ക് ഓടിച്ചു പോവുക. ഫ്രണ്ടിലും വണ്ടിയില്ല, ബാക്കിലും വണ്ടിയില്ല. പക്ഷെ എന്റെ വണ്ടി ഒരു പോസ്റ്റേൽ ഇടിച്ചു. ഇത് എവിടുന്ന വണ്ടിയില്ല, ഒരു പ്രശ്നമില്ല, വണ്ടി ഇടിച്ചു. വണ്ടി മുഴുവൻ തകർന്നു. എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഈ 5 കാര്യം സംഭവിച്ചത് 1.5 വർഷത്തിനുള്ളിൽ ഇതെല്ലാം നടന്നു. ഈ 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ മാനസികമായി അങ്ങ് തകർന്നു. ഞാൻ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇത് എനിക്ക് പറ്റിയ സ്ഥലമല്ല, ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണെന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ എന്റെ പിതാവിനെടുത്ത് എന്റെ പിതാവിനോട് പറഞ്ഞു, പപ്പ അവിടെ വയ്യ, എല്ലാ രീതിയിലും പ്രശ്നമാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എന്നെ മാറ്റം. അപ്പൊ എന്റെ പിതാവിനോട് പറഞ്ഞു, ദൈവം നിന്നെ അവിടേക്കാണ് അയച്ചത്, നീ അവിടെ തന്നെ പോകണം. പല കാര്യങ്ങളും പറയണമെന്നുണ്ട്, ഞാൻ കുറച്ച് കാര്യം പറയുന്നില്ല. പറയാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, അത് വിദേശ രാജ്യങ്ങളിൽ പറയുന്നത് എന്നുള്ളത് കൊണ്ട് എൻ്റെ ഒരു തീരുമാനമായതുകൊണ്ട് പറയാത്തത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ അപ്പൻ എന്നെ എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാകുന്നില്ല, എൻ്റെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ എന്നെ അവിടെ കൊണ്ടുവന്നത് ഷാജി പാസ്റ്റർ മണ്ണൂത്തിയിൽ. ഞാൻ പാസ്റ്റർ അപ്പൊ അവിടെയാണെങ്കിൽ ഒരു സഭയിലെ പാസ്റ്റർ മാറാതിരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി, 4 കുടുംബമുണ്ട്. അവിടെ പോയാൽ എങ്ങനെയും പട്ടികയിടക്കാരെ എന്ത് ചെയ്യാം, ജീവിക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് തന്നെ മാറ്റാൻ പോകും. അപ്പൊ ഷാജി പാസ്റ്റർ പറഞ്ഞു, നിന്നെ പാസ്റ്റർ ദൈവം അയച്ചേക്കുന്നത് അവിടെയാണ്, അതുകൊണ്ട് അവിടെ നിന്ന് എന്ത് ചെയ്യണ്ട, പോകണ്ട. അപ്പൊ അതിന് സാധ്യതയില്ല. പിന്നെ എനിക്ക് സാധ്യതയുള്ളത് എൻ്റെ ഭാര്യ. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യ പറഞ്ഞു, നമുക്കിവിടുന്ന് മാറാം, ഇവിടെ നിന്നാൽ എന്തെങ്കിലുമൊക്കെ പറ്റും, ആ പാട്ടും ഇങ്ങനെ പ്രശ്നങ്ങളാണ്. അപ്പൊ എൻ്റെ ഭാര്യ വളരെ സ്നേഹത്തോടെ എന്നോട് പറഞ്ഞു, അച്ഛൻ വേണമെങ്കിൽ പൊക്കോ, ഞാൻ വരുന്നില്ല. അപ്പൊ എനിക്കൊരു കാര്യം, പക്ഷേ അവർക്ക് വെച്ച് എന്ത് ചെയ്യുന്നില്ല, അപ്പനോ മനസ്സിലാവുന്നില്ല, ഷാജി പാസ്റ്റർക്ക് മനസ്സിലാവുന്നില്ല, ഭാര്യയ്ക്കും ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല. ഞാൻ ആകെപ്പാടെ എൻ്റെ പ്രാർത്ഥനാനുഭവം കുറഞ്ഞു, എൻ്റെ വചന ധ്യാനം കുറഞ്ഞു. ഞാനിങ്ങനെ ഈ പ്രതിസന്ധി എൻ്റെ മനസ്സിൽ ഇങ്ങനെ കൂടി ഞാനിങ്ങനെ ആകെപ്പാടെ അങ്ങ് കറങ്ങി നടക്കുക. അപ്പൊ എൻ്റെ ഭാര്യ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം എന്ത് പറയുമോ അത് ചെയ്യാം. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവം എൻ്റെ കൂടെ നിൽക്കും. ദൈവം എൻ്റെ ഭാര്യയോട് പറയും, ഈ പുള്ളി പറയുന്നതനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നോ ഒക്കോ എന്ന് പറയും എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാം. എനിക്ക് പ്രാർത്ഥിക്കാൻ കൊണ്ടുണ്ടായിട്ടൊന്നുമല്ല. എന്നാൽ ഭാര്യ പറഞ്ഞതനുസരിച്ച് അവിടെ കൂടി ഇരുന്നു, ഇടയ്ക്ക് സ്വോത്രം പറഞ്ഞു, ഇടയ്ക്ക് കൈയടിച്ചു. ഞാൻ അന്യ ഭാഷയൊന്നും പറയുന്നില്ല, ഞാനൊരു രീതിയിൽ അവളെ പ്രോത്സാഹിപ്പിക്കുകയല്ലാതെ വേറെ എല്ലാം പച്ചയായ യാഥാർത്ഥ്യം. അവളിങ്ങനെ പെട്ടെന്ന് ആത്മാവിലായി, അവളിങ്ങനെ ആത്മാവിൽ ദൈവത്തെ ജ്വലിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ എന്റെ ഭാര്യ യേശുവിന്റെ നാമത്തിൽ അപ്പൊ ഞാനും നമ്മളെ നോക്കി, എന്നെ ശാസിക്കാറായോ നോക്കിയതാ. ഞാൻ പിന്നെ എപ്പോഴാ പിശാചായെന്ന് ഞാൻ ചിന്തിക്കണം. അത് കഴിഞ്ഞ് ആ ശാസ്ത്രീയ പരിശീലനം കഴിഞ്ഞ് അവിടെ പതുക്കെ ഒരു ആരോഹണം ഉണ്ടെങ്കിൽ ഒരു അവരോഹണം ഉണ്ടല്ലോ, പതുക്കെ ശാന്തമായിട്ട് ഞാൻ വിളിച്ചു, ഹലോ, എന്താ ഒരു ശാസ്ത്രീയ പരിശീലനം? പറഞ്ഞു, ഒരു മിനിറ്റ് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നുള്ള ആൾക്കാരില്ലല്ലോ, അത് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുമല്ലോ. അവൾ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാനൊരു വെളിപ്പാട്, ഒരു സ്ത്രീ രൂപം എൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ദിസ് ഈസ് മൈ ടെറിട്ടറി, ഇത് എൻ്റെ ടെറിട്ടറിയാണ്, നിങ്ങളിവിടെ വാഴാൻ ഞാൻ അനുവദിക്കില്ല, നിങ്ങളെ ഇവിടെ നിന്ന് ഞാൻ ഓടിക്കും, അതുകൊണ്ട് വിട്ടുപോക്കോളാം. അവള് വിട്ടുപോകാൻ പറഞ്ഞപ്പോൾ ഞാൻ അവളെ ശാസിച്ചു. അവൾ എന്റെ മുമ്പിൽ, ഇനി നമ്മളിവിടെ നിൽക്കുന്നു, ഉറപ്പാണെന്ന് ചോദിച്ചു. അത് എന്താ നമുക്ക് നിൽക്കാന്ന്? 22 വർഷമായി ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേല ചെയ്യുന്നു. ആ ടെറിട്ടറിയിൽ നിന്ന് ഓടിക്കുന്നു പറഞ്ഞ സ്ഥലത്ത്, അവിടുത്തെ സ്ഥലത്തിന്റെ വില വിപിന് അറിയാം. 1 സെന്റ് സ്ഥലത്തിന് ഇപ്പൊ ഞങ്ങൾക്ക് ലഭിച്ചേക്കണ 25 ലക്ഷം രൂപ. 5 സെന്റ് സ്ഥലം ഫ്രീ ആയിട്ട് ഇപ്പൊ 1.25 കോടി രൂപ. ഇപ്പൊ അവിടുത്തെ ചർച്ചയുടെ സംവിധാനം എല്ലാം പണി കഴിഞ്ഞപ്പോ 50 ലക്ഷം കൂടെ കൂടി. അപ്പൊ 1,01,75,00,000 രൂപയുടെ പ്രോപ്പർട്ടി ദൈവം നമ്മുടെ ചർച്ചിൽ ആരാധിക്കാൻ അവിടെ നൽകി. ഏത് ടെറിട്ടറിയിൽ നിന്ന് ഓടിക്കുമെന്ന് പറഞ്ഞു, അതേ ടെറിട്ടറിയിൽ ഇന്നൊരു 120 പേരിലധികം ഒരുമിച്ച് കൂടിയിരുന്ന ദൈവത്തെ ആരാധിക്കുക ഒരു സംവിധാനം ദൈവം തമ്മിൽ തന്നത്. ഞാൻ പറയാം ദൈവമക്കളെ, ആ പോരാട്ടത്തെ ജയിച്ചത് കൊണ്ടാണ്. അതിന്
സഭയ്ക്കെതിരെ, നിങ്ങളുടെ ജോലിക്കെതിരെ, നിങ്ങളുടെ തലമുറയ്ക്കെതിരെ പോരാടുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ എതിർക്കണമെങ്കിൽ സാധാരണ ശക്തി കൊണ്ട് സാധിക്കില്ല. നമ്മുടെ മൈറ്റി പവർ വരണം. ഈ മൈറ്റി പവർ നമ്മൾ വന്നാൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏത് ദുഷ്ടശക്തിയെയും നിന്റെ നാവ് കൊണ്ട്, വേറെ ആരും പറയണ്ട, നിന്റെ ആദരം കൊണ്ട് നീ പറയണം, യേശുവിന്റെ അധികാരമുള്ള
ഞാൻ എന്റെ സമാധാനം ഞാൻ നിങ്ങളുടെ അനാഥരായി വിടുകയും ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരും. നാലാമത്തെ ലെവല് പരിശുദ്ധാത്മാവിന്റെ നാലാമത്തെ ലെവൽ എന്ന് പറയുന്നത് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ്. എഫേഷ്യൻ ചാപ്റ്റർ 1:19. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എഫെസോസ് സഭയിലുള്ള ദൈവജനത്തിനു വേണ്ടി. ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് പാസ്റ്റർമാർക്ക് വേണ്ടിയോ അപ്പോസ്തലന്മാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലീഡേഴ്സിന് വേണ്ടിയുള്ളതല്ല. വിശ്വസിക്കുന്ന സഭയിലുള്ള നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം, ഇമ്മെഷറബിൾ ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ, ആർക്കും അളക്കാൻ പറ്റാത്ത. അതെന്തിനാണെന്നറിയാമോ? രോഗശാന്തിക്കും പൈശാചിക മേഖലകളെ തകർക്കാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ. നിങ്ങൾക്ക് ഇവിടെ ഇത് പ്രാപിച്ചെടുത്താൽ ഇവിടെ ഒത്തിരി ക്യാമ്പുകളുണ്ട്. നിങ്ങൾ ഈ ശക്തിയുമായി ക്യാമ്പിലേക്ക് ചെല്ലുന്നു. രോഗിയെ കിടക്കുന്നവർ അവരുടെ കാര്യങ്ങൾ ഒന്ന് കാര്യം വെച്ചാൽ മതി. അത് മതിയാണ് സഭയുടെ അകത്ത് വരാൻ വേണ്ടി. അതിനുവേണ്ടി ദൈവസഭയ്ക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക്, ഇവിടെ ഇരിക്കുന്ന മക്കളെ നിങ്ങൾക്ക് വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ ഈ ശക്തി യേശുവിനെ വരുന്നത്, ഈ ശക്തി അളവറ്റ വലിപ്പം യേശുവിന് വരുന്നത്. അതാണ് യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ട